ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസല്ലം. അധ്യാപക ലോകത്ത് വിജ്ഞാന വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സാമർഥ്യം ചിലർക്ക് മാത്രമായ ഉദവി കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അറിവുണ്ടായാൽ മാത്രം പോരാ എന്നും അധ്യാപകനാകാൻ അറിവുണ്ടായാൽ മാത്രം കഴിയുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരു യാഥാർത്ഥ്യം, ഒരു യഥാർത്ഥ അധ്യാപകനാകണമെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വിതരണം, അതിൻ്റെ വഴിത്താരകൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളത് സാധാരണ അധ്യാപകരെ എല്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. വിദ്യാർത്ഥികളുടെ ഹൃദയം, അതിൻ്റെ അന്തർഭാഗത്ത് ഒഴുകിച്ചെല്ലുന്ന അറിവുകളുടെ മേഖല അവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ പാടുപെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അധ്യാപകൻ അറിഞ്ഞിരിക്കണം. എങ്ങനെ അത് നിലനിർത്താം? ഓവർലോഡാകാൻ പാടില്ല, അത് ഒലിച്ചു പോകും. ഇനി തീരെ കുറയാൻ പാടില്ല, അത് ഉണങ്ങിപ്പോകും. അപ്പം കൂടുകയും കുറയുകയും ചെയ്യാത്ത ഒരവസ്ഥ, വിജ്ഞാനം ആ അളവ് നിലനിർത്തിക്കൊണ്ട് വിജ്ഞാനം വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന് അധ്യാപകൻ സാമർഥ്യമുള്ളവനാകണം. അതിനൊരു ഉദാഹരണമാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിൽ വരുന്നത്. ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് അധ്യാപകനായിട്ടാണ്. ആരുടെ അധ്യാപകനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുനാഥനായിട്ടല്ലേ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യമേ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നങ്ങ് ഓതി കൊടുക്കുകയില്ല. അവിടെ ഇഖ്റ 3 പ്രാവശ്യം പറഞ്ഞില്ലേ? പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അധ്യാപകർക്ക് പഠിക്കാൻ അധ്യാപകരുടെ മേഖലയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല അത് പഠിപ്പിക്കുന്നത്, ഈ ലോകത്തെ മുഴുവനുമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തുള്ള അധ്യാപകന സേവനത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അധ്യാപക ലോകം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇഖ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനബികാരി എന്നവർ, പിന്നെ ഇഖ്റ, പിന്നെ 3ാമത്തെ തവണ പറയുമ്പോഴാണ് കൂട്ടി കെട്ടിപ്പിടിച്ച് അണച്ചു കൂട്ടിക്കൊണ്ട് കൈവിട്ടിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് കൊടുക്കുന്നത്. അത് അത്രയും പിന്നെ എന്താണ് ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി ലോകത്തിൻ്റെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം അങ്ങനെയാണ്. അവരെല്ലാം അവരുടെ ഹൃദയത്തിൻ്റെ അളവ് പഠിപ്പിക്കാൻ വരുന്നവരറിയണം. അപ്പൊ അതിനാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് വിട്ടത്. അപ്പോൾ ഹൃദയം വികസിച്ചു. ആ പിടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച ആ പിടിയിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് പിന്നീടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ തുടങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അത് കഴിഞ്ഞ് ഇനി അതുപോലെ അപ്പോഴ് അതിനെ തുടർന്നാണ് 6666 ആയാത്തുകളും 23 സംവത്സരക്കാലം കൊണ്ട് ഇവിടെ അവതരിക്കപ്പെട്ടത്. അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കാനാണ് ഇത് പറയുന്നത്. ഈ 66 ആയത്തുള്ള അവസാനം 6666 ആയത്ത് തീരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എന്ത് ചെയ്തു? 2 ആയത്തുകൾ 6666 ആയത്തുകളിൽ നിന്ന് 6664 ആയത്തുകളും ജിബ്രീൽ അലൈഹിസ്സലാം വഹിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തു. ഇപ്പോൾ 2 ആയത്തുകൾ അള്ളാഹു സൂക്ഷിച്ചു. അള്ളാഹു പാരിതോഷികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ വെച്ചു. അതാണ് അവസാനമായിട്ട് പാരിതോഷികം ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി എന്ന് അള്ളാഹു കൊടുക്കുന്നുണ്ട്. അത് വലിയ വിശേഷമാണ് അത് പറയാൻ. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു പാരിതോഷികം കൊടുത്തുകൊണ്ടാണ് വിജ്ഞാനത്തിൻ്റെ ഉറവിടം അള്ളാഹു മാതൃക കാണിച്ചു തരുന്നത് നമുക്ക് കാണാൻ, അറിയാൻ. അപ്പം വിജ്ഞാനദാഹികൾക്ക് വേണ്ടി അതുകളെല്ലാം ഇവിടെ കാത്തു വയ്ക്കണം, പാരിതോഷികം ഉണ്ടാക്കണം.
പിന്നെ അലങ്കാര ഭവനങ്ങൾ ഉണ്ടാക്കണം, ഇതെല്ലാം കൊടുക്കണം. അവസാനം ആ പാരിതോഷികം കൊടുത്തുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് നമ്മുടെ കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരുടെ ചരിത്രം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ അധ്യാപന ലോകത്തിന്റെ പരിശ്രമം, അധ്യാപകരുടെ പരിശ്രമം എന്താണെന്ന് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടായിരിക്കണം. കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരുടെ ആ പരിശ്രമം ഒരുപാട് വർഷത്തെ പിന്നെ പരിചയ സമ്പന്നരാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് ആദ്യകാലത്ത് ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ അന്നും ഒരുപാട് പിന്നെ നിരൂപണങ്ങളും ഒരുപാട് പ്രചോദനങ്ങൾ നൽകുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളും ഒരുപാട് ചിന്തകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ചിന്തകൾ വളർന്ന് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ ഘട്ടത്തിൽ കുറച്ചുനാൾ ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. ഇപ്പോഴും തമ്മിൽ കാണാൻ ഒത്തപ്പോൾ ഒരു സൗഭാഗ്യം വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന രംഗം എന്താണ്? കുറേ മദ്രസ ഉസ്താദുമാരെയും മുത്തലിമിങ്ങളെയും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആദ്യമൊന്നും ഞാൻ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മേഖലകൾ പരിശോധിക്കാൻ തുടങ്ങി. അദ്ദേഹം എഴുതിയ കുറെ ബുക്കുകൾ ഇവിടെ തന്നിട്ട് പോയി. ഞാൻ അടുത്ത് തന്നെ വരും, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു പോയി. എന്നാൽ ആ ബുക്കുകൾ പരിശോധിക്കാൻ സമയവും കിട്ടിയില്ല. പെട്ടെന്ന് എടുത്തു നോക്കിയ ഒരു സന്ദർഭത്തിൽ ഞാൻ കണ്ട ഒരു കവിത ഞാൻ ഉടനെ ഇത് എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ മനോഹരമായി പിന്നെ ഈ പിന്നെ കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാർ അന്ന് ടിന്നും കാര്യങ്ങളുമെല്ലാം മദ്രസകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനും കുറേ പള്ളികൾക്ക് മദ്രസകൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ടിന്നുകൾ ഉണ്ടാക്കിച്ചിട്ട് പിന്നെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് വിതരണം ചെയ്യത്തക്ക നിലയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ഉണ്ടാക്കി തന്ന അബ്ദുസ്സലാം മൗലവി നമുക്ക് നല്ല പ്രയോജനം ആ കാര്യത്തിൽ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അതിനെല്ലാം വേണ്ടി ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു. ഈ അധ്യാപന ലോകത്ത് ഇത്രയും വികസിച്ച ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് അറിഞ്ഞിരുന്നില്ല. അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട ആ ഗുണമേന്മകൾ എവിടെയും ചിന്തിച്ചുകൊണ്ട് അധ്യാപന ലോകം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നെ വിദ്യാർത്ഥികളുടെ ഹൃദയത്തെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ പരിശ്രമം, വിദ്യാർത്ഥികളുടെ മനസ്സിനകത്ത് അത് തങ്ങി നിൽക്കണം. കൊച്ചു കുഞ്ഞുങ്ങളാണ്, പക്ഷേ അവരൊരു പാട്ട് പാടിക്കൊള്ളട്ടെ എന്ന് ഞാൻ ആ പാട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്നാണ് ഞാൻ തുറന്നു നോക്കിയത്. അബ്ദുസ്സലാം മുസ്ലിയാർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എടുത്ത് ഇന്ന് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ തന്നിട്ട് പോയ പുസ്തകം ഏതാണ് എന്ന് നോക്കിയിട്ട് എടുത്ത് അപ്പോഴും ഞാൻ കണ്ട് ഞാൻ ഉടനെ അത് എഴുതിയിട്ട് അത് ഞാൻ വായിക്കാം. നോക്ക്. യോഗൈകനാഥനാം രക്ഷിതാവേ കനിവെന്നും ഞങ്ങളിലേകിടണേ, കനിവെന്നും ഞങ്ങളിലേകിടണേ, ചെല്ലക്കുരുന്നുകൾ കൈനീട്ടുന്നേ, നല്ല ഗുണങ്ങൾ വളർത്തിയിടണേ, അറിവുള്ള മക്കളായി മാറ്റിടണേ, കുറവുകളെല്ലാം നികത്തിടണേ, മാതാപിതാ ഗുരു സർവരിയിലും കാരുണ്യം റബ്ബേ ചൊരിഞ്ഞിടണേ. കാര്യം നിസ്സാരമല്ല. കൊച്ചു കുഞ്ഞുങ്ങളാണിത് പറയുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചു, പഠിച്ചവനെ ഈ പറയുന്നത് ആരോടാണ്? അള്ളാഹുവിനോട് പറയാണ്. ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയം നൊന്ത് പറയുന്നതാണ്, ഹൃദയം വെച്ചുകൊണ്ട് പറയുന്നതാണ്. അവരുടെ മനസ്സിൽ കള്ളമില്ല, അവർക്ക് പാപമില്ല. അങ്ങനത്തെ കുഞ്ഞുങ്ങളാണിത് പറയുന്നത്. പരിശുദ്ധമായ നാക്കുകളാണ്, ആ നാക്കുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ നാക്കുകൊണ്ട് ഇത് പറയാൻ പ്രചോദനം നൽകുന്ന ഉസ്താദ് വാസ്തവത്തിൽ മഹത്തായ സേവനമാണ് കൊടുക്കുന്നത്. അത് ഹൃദയത്തിനകത്ത് തങ്ങി നിൽക്കും. അള്ളാഹു തങ്ങിക്കൊടുക്കും. അള്ളാഹു തങ്ങി നിൽക്കാൻ അവസരം കൊടുക്കും, പ്രചോദനം കൊടുക്കും, അവർക്ക് കൂലി കൊടുക്കും, അവന്റെ ഉസ്താദുമാർക്ക് സവാബുകൾ കൊടുക്കും, വളർത്തിയെടുക്കും. അങ്ങനെയുള്ള പ്രചോദനങ്ങളാണല്ലോ ഇത് കാണുന്നതെന്നെല്ലാം ഞാൻ ചിന്തിച്ചു. പഠിച്ചവനെ, ഇതൊരു നല്ല രീതിയാണ്. പക്ഷെ ഇന്ന് എത്ര പേര് അത് പിന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ആ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് സന്ദർഭം കിട്ടുന്നില്ല. റബ്ബ് റഹ്മാനായ റബ്ബ് കരുണ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതുകളൊക്കെ കണ്ടാനന്ദിക്കുവാനും പിന്നെ നോക്കുവാനും കാണുവാനും പ്രചോദനങ്ങൾ കൊടുക്കുവാനും വലുതായ, അതായത് ഈ ഒരുപാട് ചരിത്രങ്ങൾ, കുഞ്ഞുങ്ങളുടെ വാക്കുകൾ, കുഞ്ഞുങ്ങളുടെ ദുആകൾ ഫലപ്പെട്ടിരിക്കുന്നതായിട്ട് ഒരുപാട് വാക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരെ ചെറുതായിട്ട് കാണരുത്, അവരുടെ ദുആകൾ ചെറുതായിട്ട് കാണരുത്. അവർക്ക് നമ്മൾ പറയാൻ കൊടുക്കുന്നതാണ് ദുആ.
അവർ പുതുതായിട്ടൊന്ന് പഠിക്കാൻ പോകുന്ന അവസരത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ദുആയാണിത്. ആ ദുആ ആത്മാർത്ഥമായി ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടുകൂടി ഹൃദയം ജ്വലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നതാണ്. ആ കുഞ്ഞുങ്ങൾ കളമില്ലാത്ത കുഞ്ഞുങ്ങൾ, കളമില്ലാത്ത നാക്കുകൾ, പരിശുദ്ധമായ നാക്കുകൾ, ആ നാക്ക് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ദുആ സ്വീകരിക്കപ്പെടും. അള്ളാഹു വേണ്ടി വെച്ചെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. അവർക്ക് പ്രയോജനം ചെയ്തു, ഉസ്താദിന് പ്രയോജനം ചെയ്തു, വിജ്ഞാനത്തിന് പ്രയോജനം ചെയ്തു, എല്ലാം പ്രയോജനം ചെയ്തു. ആ വിധത്തിലൊക്കെയാണ്. എന്തായാലും പിന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഈ രംഗങ്ങൾ വൃഷ്ടിയിൽ കണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു തെരുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യും. റഹ്മാനായ റബ്ബ് എല്ലാ കാരുണ്യങ്ങളും അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ. ഈ പ്രവർത്തന മേഖല, ഗുരുനാഥന്മാരായിരിക്കുന്നതിനുള്ള മേഖല, അത് എന്നെ ഒരുപാട് പറയാനുള്ളതാണ്. ഗുരുനാഥന്മാരായിരിക്കാൻ ആദ്യത്തെ ഗുരുനാഥനാരാണ്? ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ ഗുരുനാഥൻ ഇവിടെ വന്നിരിക്കുന്ന ആരാണ്? ഞാൻ പറഞ്ഞ ആദ്യം ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുനാഥനായി ഇവിടെ വന്നു. അത് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നും എങ്ങനെയാണ് വിജ്ഞാന മേഖല തുറന്നു കൊടുത്തതെന്നും നമ്മൾ പഠിച്ചു. ആ പ്രയത്നം നമുക്കിവിടെ ഉണ്ടായിരിക്കണം. അതിലൂടെ ആയിരിക്കണം നമ്മളിവിടെ വളരേണ്ടത്. അധ്യാപന മെത്തേഡുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതും അതിലൂടെയാണ്. അള്ളാഹു തൗഫീഖ് നൽകുവാനാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.